പരമാവധി ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താണെന്നറിയോ? ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഉമ്മത്താണ് നമ്മൾ. എത്രമാത്രം സ്നേഹമാണ് മുത്തുനബി നമുക്ക് നൽകിയിട്ടുള്ളത്. അത് നമ്മൾ തിരിച്ചു മുത്തുനബിക്ക് കൊടുക്കണ്ടേ പ്രിയപ്പെട്ടവരെ? മുത്തുനബി തങ്ങൾ പറഞ്ഞു, എല്ലാ നബിമാർക്കും ഉത്തരം കിട്ടുന്ന ദുആയുണ്ട് കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നബിമാർക്കും ചില ദുആകൾ കൊടുത്തിട്ടുണ്ട്. അത് അവർ എപ്പോൾ ഉപയോഗിച്ചാലും അവർക്ക് തീർച്ചയായും ഉത്തരമാണ്. അങ്ങനെ നോക്കുമ്പോ നൂഹ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ തുഫാൻ വന്നത്, വെള്ളപ്പൊക്കം വന്നത് നമുക്കറിയില്ലേ. ലൂത്ത് നബി അലൈഹിസ്സലാം ആ ദുആ അവിടുന്ന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ നബിമാരും ആ ദുആ ഉപയോഗപ്പെടുത്തുകയും അവരുടെ സമുദായം വല്ലാതെ ഉപദ്രവവുമായി മുന്നോട്ട് വന്നപ്പോൾ അവരെ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നേതാവായ ഹബീബായ നബി തങ്ങൾക്കുള്ള ദുആ മുത്തുനബി തങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ മുത്തുനബിക്ക് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെല്ലാം പ്രയാസങ്ങൾ മുത്തുനബിക്ക് വന്നിട്ടുണ്ട്. മുത്തുനബി തങ്ങൾ അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. മുത്തുനബി തങ്ങൾ അത് മാറ്റിവെച്ചിരിക്കുന്നത് മുത്തുനബി തങ്ങൾ തന്നെ പറഞ്ഞു, റഹ്മത്തൽ ലിൽ ഉമ്മത്തി, അതെന്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചതാണ്. നാളെ ആഖിറത്തിൽ ചൊല്ലുമ്പോ എന്റെ ഉമ്മത്തിന് വേണ്ടി മാറ്റിവെച്ചതാണെന്ന് പറഞ്ഞ നേതാവ് അത് ഹബീബായ തങ്ങള് മാത്രമേ ഉള്ളൂ. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ദുഹാ നിങ്ങൾ ഓതാറില്ലേ? അതിൽ കാണാം, വലസൗഫ യുഅ്തീക റബ്ബുക ഫതർലാ. ഓ നബിയേ, നാളെ ആഖിറത്തിൽ നിങ്ങൾക്ക് അല്ലാഹ് എല്ലാം നൽകും നബിയേ. ആ സമയത്ത് നിങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാകും നബിയേ. ഇത് പറഞ്ഞ സ്ഥലത്ത് മുത്തുനബി തങ്ങൾ പറഞ്ഞു, ലാ അർളാ വവാഹിദുൻ മിൻ ഉമ്മത്തി ഫിന്നാർ. എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരൊറ്റ മനുഷ്യൻ, ഒരു ചെറിയ മനുഷ്യൻ പോലും നരകത്തിലുണ്ടോ? എന്നാൽ ഞാൻ തൃപ്തിപ്പെടൂല. എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും സ്വർഗത്തിലെത്തിയാലേ എനിക്ക് തൃപ്തിയുണ്ടാകൂ എന്ന് പറഞ്ഞ നേതാവാണ് കേട്ടോ ഹബീബായ തങ്ങള്. അതുകൊണ്ട് ആ നേതാവിനെ അവിടുന്ന് ഇങ്ങോട്ട് തന്ന സ്നേഹം നമുക്ക് കഴിയുന്നതുപോലെ നമ്മൾ തിരിച്ചു നൽകണം കേട്ടോ. അതിനെന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ കാരണവന്മാരെ, നമ്മൾ ചെയ്യേണ്ടത് മുത്തുനബി തങ്ങൾ എന്താണോ നമ്മോട് കൽപ്പിച്ചത് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തണം കേട്ടോ.